പുതുപ്പെണ്ണ ഏറ്റു വരുന്നതേ ഉള്ളൂ. ഞങ്ങളൊക്കെ ഇവിടെ നേരത്തെ ഏക്കും. അതാണേ ശീലം. ആ, ഇനിയിപ്പോൾ എന്താ? അടുക്കളയിലെ പണിയൊക്കെ എല്ലാം തീർന്നല്ലോ. കാപ്പിയും കടിയൊക്കെയായി. തൂപ്പും തൊടയെല്ലാം കഴിഞ്ഞു. അയ്യോ ചേച്ചി, ഞാൻ ഉറങ്ങിപ്പോയതാ. അമ്മ എന്നോട് പറഞ്ഞാ വിട്ടത് രാവിലെ കേൾക്കണമെന്ന്. അലാറം വെച്ചിരുന്നതാ, പക്ഷെ കേട്ടില്ല. ആ, മോളെ ഇട്ടായിരുന്നോ? അമ്മേ, ഞാനിന്ന് ഏക്കാൻ കുറച്ച് വൈകിപ്പോയി. അതിനെന്താ? അതൊന്നും കുഴപ്പമില്ല. ഒരു ദിവസം ഇച്ചിരി താമസിച്ചെണീറ്റെന്ന് ഓർത്തിപ്പോൾ എന്താ? അതൊന്നും പ്രശ്നമൊന്നുമില്ല. മോളെ, നീ ചായ അവന് കൊണ്ടുപോയി കൊടുക്ക്. എന്നിട്ട് രണ്ടുപേരും കൂടെ താഴത്തോട്ട് ഇറങ്ങി വാ കേട്ടോ. വല്ലതും കഴിക്കാം. ആ അമ്മേ, അമ്മ എന്തിനാ അവളോട് താമസിച്ചെണീറ്റാൽ മതി എന്ന് പറഞ്ഞത്? നാളെ ഇനിയിപ്പോൾ അവൾ താമസിച്ച് തന്നെ എണീറ്റ് വരുള്ളൂ. അല്ലെങ്കിൽ അമ്മ നോക്കിയോ. എടി, അതിന് ആ കൊച്ചി ഇങ്ങോട്ട് വന്നു കയറിയതല്ലേ ഉള്ളൂ. അത് ഇവിടെയൊക്കെ ആയിട്ടൊന്ന് പൊരുത്തപ്പെടണ്ടേ? അല്ല, നീ എങ്ങനെയായിരുന്നു? നീ ഇവിടെ കല്യാണം കഴിച്ചു വന്നപ്പം നീയും ഇതുപോലെ തന്നെ അല്ലായിരുന്നോ? പിന്നെ ഒരു കൊച്ചൊക്കെ ആയതിന് ശേഷമല്ലേ നീയും കുറച്ച് നേരത്തേക്ക് ഇപ്പോൾ എണീക്കാനൊക്കെ തുടങ്ങിയത്. അമ്മേ, എന്നാ ഞാൻ സുധിയേട്ടനെ കാപ്പി കുടിക്കാൻ വിളിച്ചിട്ട് വരാവേ. അതെന്താ അത് മറച്ചു പിടിച്ചോണ്ടൊക്കെ പോണേ? മറച്ചൊന്നുമില്ല ചേച്ചി. ഇത് ഞാൻ ഓർഡർ ചെയ്യാൻ കൊടുത്തിരുന്ന ഡ്രസ്സാണ്. ഇങ്ങനെ മേക്കപ്പ് സാധനം ഡ്രസ്സൊക്കെ വാങ്ങി കൊച്ചിങ്ങനെ കുറേ പൈസയൊക്കെ കളയൂലേ? സുമേഷിൻ്റെ കയ്യിലിരിക്കുന്ന പൈസയൊക്കെ ഇങ്ങനെ വെറുതെ വെള്ളത്തിലാക്കി കളയേണ്ട കാര്യമുണ്ടോ? ഞാനൊക്കെ ഇങ്ങനെ 1 രൂപ സുധിയേട്ടനെ കൊണ്ടൊന്നും മുടപ്പിക്കാറേ ഇല്ല. എന്തെങ്കിലും വേണോന്ന് ചോദിച്ചാലും ഞാൻ പറയും എനിക്കൊന്നും വേണ്ടാന്ന്. പിന്നെ മേക്കപ്പ് സാധനമൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. എന്നെ കാണാൻ അത്യാവശ്യം ഭംഗിയൊക്കെ ഉണ്ടല്ലോ. ആ, അതുകൊണ്ട് ഞാനൊന്നും വാങ്ങാറുമില്ല. പിന്നെ സുധിയേട്ടൻ ഇടയ്ക്കൊക്കെ എന്നോട് ചോദിക്കാറുണ്ട് എന്തെങ്കിലുമൊക്കെ വേണോന്ന്. ഞാൻ പറയും എനിക്കൊന്നും വേണ്ടാന്ന്. ഞാനൊന്നും വാങ്ങിപ്പിക്കാറില്ല. ഇതൊക്കെ വെറുതെ അനാവശ്യ ചിലവല്ലേ? ചേച്ചി എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ? ചേച്ചി, ഇത് ഞാൻ എൻ്റെ പൈസയ്ക്ക് വാങ്ങിയതാ. സുമേഷ് ഏട്ടൻ്റെ പൈസയ്ക്കൊന്നും വാങ്ങിയതല്ല. അതിന് സുമേഷ് ഏട്ടൻ്റെ പൈസയ്ക്ക് വാങ്ങേണ്ട കാര്യം എന്താ? എനിക്ക് ജോലിയുണ്ടല്ലോ. കല്യാണം ആയതുകൊണ്ട് ഒരാഴ്ച ലീവ് എടുത്തതാ. ഇനി ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് എനിക്ക് ജോലിക്ക് പോയി തുടങ്ങണം. പിന്നെ സുമേഷ് ഏട്ടൻ്റെ പൈസയ്ക്കാണെങ്കിലും എൻ്റെ പൈസയ്ക്കാണെങ്കിലും എനിക്കിഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങും. അതൊക്കെ എന്നെ ആരും ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ ചേച്ചിക്ക് ഇഷ്ടമല്ലെങ്കിലും എനിക്ക് മേക്കപ്പൊക്കെ ചെയ്യുന്ന ഇഷ്ടമാണ്. വീട്ടിൽ നിൽക്കുമ്പം മേക്കപ്പ് ഇടാറില്ല. പുറത്തേക്ക് പോകുമ്പം അല്പം സ്വല്പം കുറച്ച് മേക്കപ്പൊക്കെ ഞാൻ ഇടാറുണ്ട്. ആ, പിന്നെ ചേച്ചിയും കുറച്ച് മേക്കപ്പൊക്കെ ഇടുന്നത് നല്ലതാ. ഈ മുഖത്തെ ഈ കരിവാളിപ്പൊക്കെ കുറച്ച് കുറഞ്ഞു കിട്ടും. എൻ്റെ മുഖത്ത് കരിവാളിപ്പോ? രാവിലെയും കൂടി ക്രീമൊക്കെ വാരി തേച്ചതാണല്ലോ. സുധിയേട്ടനെ കൊണ്ട് ഒരു ക്രീമും കൂടി വാങ്ങിപ്പിക്കണം. ജോലിയുള്ളതിൻ്റെ അഹങ്കാരം. അല്ല, നീ ഇതെവിടെ പോവാ? ഞാൻ ജോലിക്ക് പോണ്. അമ്മേനോട് പറഞ്ഞായിരുന്നല്ലോ. അല്ല, ജോലിക്കൊക്കെ പോകുന്നതിന് മുമ്പായിട്ട് ഇവിടെ എന്തെങ്കിലും തൂക്കോ തുടയ്ക്കോ അങ്ങനെ എന്തെങ്കിലും പണിയൊക്കെ ചെയ്തിട്ട് വേണ്ടേ പോകാനായിട്ട്? അതല്ലേ മര്യാദ. ചേച്ചി, ഞാൻ ജോലിക്കാണ് പോണത്. ഞാൻ അവിടെ പോയി വെറുതെ ഇരിക്കാൻ പോകുന്നൊന്നുമല്ല. രാവിലെ മുതൽ വൈകുന്നേരം വരെ റെസ്റ്റ് ഇല്ലാതെ പണിയെടുക്കണം. പിന്നെ ഇവിടെ ചേച്ചിയമ്മയുണ്ടല്ലോ ജോലിയൊക്കെ ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് പുറത്തുപോയി വേറെ ജോലിയൊന്നും ചെയ്യേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. അപ്പോൾ പിന്നെന്തിനാ എന്നോട് പറയുന്നത് ഇവിടുത്തെ പണിയൊക്കെ ചെയ്യാനായിട്ട്? ആഹാ, അപ്പം ഞങ്ങളിവിടെ ഇല്ലായിരുന്നെങ്കിലോ? ഇവിടുത്തെ പണിയൊക്കെ ചെയ്തു തീർത്തിട്ട് വേണ്ടേ നിനക്ക് ജോലിക്ക് പോകാനായിട്ട്? എന്നാ നിങ്ങളെല്ലാവരും ഇവിടുന്ന് അങ്ങ് മാറ്. എന്നിട്ട് ഞാനിവിടുത്തെ പണിയൊക്കെ ചെയ്യാം. ആഹാ, നീയാൾ കൊള്ളാമല്ലോ. നിനക്ക് ഞങ്ങളെ ഇവിടുന്ന് ഇറക്കി വിടണം അല്ലേ? അങ്ങനെ ഞങ്ങളെ ഇവിടുന്ന് ആരും ഇറക്കി വിടാനൊന്നും പോണില്ല. വേണമെങ്കിൽ നീ നിന്റെ കെട്ടിയവനെ വിളിച്ചോണ്ട് വേറെ എവിടെയെങ്കിലും പോയി താമസിച്ചോ. വീട്ടിലെ ഇളയ ആണുങ്ങൾക്കാ വീട്. മൂത്തവർ മാറിയേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഈ വീട് ഞങ്ങൾക്ക് അവകാശപ്പെട്ടത് തന്നെയാ. ഇതെന്താ നിങ്ങൾ രണ്ടുപേരും വീണ്ടും തുടങ്ങിയോ? എൻ്റെ പിള്ളേരെ അപ്പുറത്തും ഇപ്പുറത്തുമൊക്കെ ആൾക്കാരുണ്ടെന്നുള്ള ചിന്ത പോലും ഇല്ലേ നിങ്ങൾക്ക് രണ്ടുപേർക്കും? എൻ്റെ മക്കൾ പോലും ഈ വീട്ടിൽ കിടന്ന് ഇന്നേ വരെ ഒരു ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കിയിട്ടില്ല. 2 മരുമക്കൾ വന്ന് കയറിയിട്ട് ഇപ്പം എന്നും ഇത് തന്നെയാ പതിവ്. ഒരാളൊന്ന് പറഞ്ഞാൽ മറ്റേയാൾ 10 പറയും. അമ്മേ, ഇവള് പറയുക ഞങ്ങൾ ഇവിടുന്ന് മാറി താമസിക്കണമെന്ന്. എൻ്റെ മക്കൾ രണ്ടുപേരും ഈ വീട്ടിൽ നല്ല സന്തോഷത്തിലും സ്നേഹത്തിലും തന്നെ കഴിഞ്ഞിരുന്നത്.
ഇനി അങ്ങോട്ടും ഇതുപോലെ തന്നെ പോകണമെന്നാണ് അവരുടെ ആഗ്രഹം. പക്ഷേ മക്കളെ, നിങ്ങളിങ്ങനെ തുടങ്ങിയാൽ അത് അവരെയും നന്നായി ബാധിക്കും. എൻ്റെ മക്കളാണെങ്കിൽ എന്ത് കിട്ടിയാലും അതൊക്കെ ഷെയർ ചെയ്ത് ജീവിക്കുന്ന കുട്ടികളാണ്. ഒരു വലിപ്പ ചെറുപ്പവും അവരുടെ ജീവിതത്തിൽ ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. പിന്നെ നിങ്ങളായിട്ട് എന്നും ഇങ്ങനെ വഴക്കിടാനാണ് തീരുമാനിച്ചിരിക്കുന്നതെങ്കിലേ നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ കെട്ടിയവന്മാരെയും കൂട്ടി വാടകയ്ക്കോ എങ്ങോട്ടാന്ന് വെച്ചാൽ മാറി താമസിച്ചോ. ഞാനൊരു അമ്മായിമ്മ പോരെടുക്കാനോ ഒന്നിനും വരുന്നില്ല. നിങ്ങൾക്കറിയാവുന്ന ജോലിയൊക്കെ നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഇവിടെ ചെയ്യുക. പിന്നെ ഒരാൾക്ക് ഒരു ജോലി എടുക്കാൻ പറ്റിയില്ല എന്നോർത്ത് ആരും ആരെയും ഇവിടെ കുറ്റപ്പെടുത്തുകയോ ഒന്നും ചെയ്യണ്ട. അങ്ങനെ പരസ്പരം സഹകരിച്ച് മുന്നോട്ട് പോകാമെങ്കിൽ സ്നേഹത്തോടെ നിങ്ങൾക്ക് ഇവിടെ കഴിയാം. ഇനി ഇവിടെ ഇങ്ങനെ ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കാൻ പറ്റില്ല.